ഇന്ന് രാവിലെ നടന്ന മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ആരായിരിക്കും ഫിനാലയിൽ നിങ്ങൾ ജയിക്കുവാണെങ്കിൽ ലാലേട്ടനൊപ്പം നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കാൻ പോകുന്ന ആൾ, റണ്ണറപ്പ് ആവുന്നത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. അഭിഷേക് ശ്രീകുമാർ നന്ദനയുടെ പേരും നോറ വന്നിട്ട് സായിയുടെ പേരും പറഞ്ഞു. ശ്രീരേഖ സിജോയുടെ പേര് പറഞ്ഞു, നന്ദന സിജോയുടെ പേര് പറഞ്ഞു, അപ്സര ഋഷിയുടെ പേര് പറഞ്ഞു, അൻസിബ ഋഷിയുടെ പേര് പറഞ്ഞു, അതുപോലെ തന്നെ സിജോ ജിൻഡോയുടെ പേര് പറഞ്ഞു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി കേട്ടോ. കാരണം ജിൻഡോയാണ് തൻ്റെ എതിരാളി എന്ന് സിജോ ഫിക്സ് ചെയ്ത് തന്നെയാണ് ഗെയിം കളിക്കുന്നത്. അത് സിജോ വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്സര വന്നിട്ട് അർജുൻ്റെ പേര് പറഞ്ഞു, അർജുൻ ശ്രീധുവിൻ്റെയും ശരണ്യ അർജുൻ്റെയും പേര് പറഞ്ഞു, റസ്മിൻ അപ്സരയുടെ പേര് പറഞ്ഞു, ഗബ്രി ജാസ്മിൻ്റെ പേര് പറഞ്ഞു, ജാസ്മിൻ ഗബ്രിയുടെ പേരും പറഞ്ഞു, അഭിഷേക് കെ നന്ദനയുടെ പേര് പറഞ്ഞു, മുടിയൻ സിജോയുടെ പേര് പറഞ്ഞു, ശ്രീധു അർജുൻ്റെ പേരും പറഞ്ഞു, സായി സിജോയുടെ പേര് പറഞ്ഞു. എന്നാൽ ജിൻഡോ ആരുടെ പേരാ പറഞ്ഞത്? ജിൻഡോ പറഞ്ഞത് അൻസിബയുടെ പേരാണ്. ആ സമയത്ത് അൻസിബയുടെ ഒരു ഞെട്ടലുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അൻസിബയാണ് ഇവിടേക്ക് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ ഒപ്പം ഞാൻ ജയിക്കുമ്പോൾ അപ്പുറത്തായി അൻസിബ റണ്ണറപ്പായി ഉണ്ടാകണമെന്നാണ് ജിൻഡോ പറഞ്ഞത്. ഒരുപക്ഷെ ജിൻഡോയുടെ ഒരു ഗെയിമും കൂടെ ആയിരിക്കാം. ഋഷി പോലും അൻസിബയുടെ പേര് പറഞ്ഞില്ല. ഇപ്പോൾ അൻസിബ ജിൻഡോയുടെ ടീമിലാണ്. കുറെ നാളായിട്ട് തന്നെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ജിൻഡപ്പൻ എന്ന് പറഞ്ഞിട്ട് പലരും ഒറ്റപ്പെടുത്തിയപ്പോഴും ജിൻഡോയുടെ കൂടെ നിന്നയാളാണ് അൻസിബ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻസിബയെ കൂടെ നിർത്താനുള്ള ഒരു തന്ത്രമായിരിക്കാം ഈ ഒരു നോമിനേഷനിലൂടെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ പേര് സിജോയുടെ പേരാണ്. അതേ സമയത്ത് ജിൻഡോയുടെ പേര് പറഞ്ഞത് സിജോയാണ്. കാരണം സിജോയ്ക്ക് അറിയാം എത്രത്തോളം പവർഫുൾ ആണ് നിലവിൽ ജിൻഡോ എന്ന. സോ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എല്ലാവരുടെയും മനസ്സ് തുറക്കാൻ പറ്റി, അല്ലെങ്കിൽ മനസ്സിൽ അവരൊക്കെ എന്താണ് വിചാരിക്കുന്നത് എന്നതിൻ്റെ ഒരു നേർചിത്രമാണ് എന്നുകൂടി പറയാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.